എൻ്റെ ഒരു അളിയൻ. ഹോ, ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. തൻ്റെ പെണ്ണ് പാവാട്ടോ, അവളോട് ചമ്മഴത്ത് ഉണ്ടാക്കിക്കൂടെ? അതൊന്നും ശരിയാവില്ലടോ. എൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ടെങ്കിൽ എൻ്റെ അളിയൻ ഇന്നേക്കിന്ന് അവൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. തൻ്റെ കയ്യിൽ പൂത്ത കാശില്ലല്ലോ. ഇടയിൽ പൂത്ത കടമുണ്ട്. എത്രയുണ്ട് കടം? എനിക്ക് മര്യാദയുള്ള ജോലി ഉണ്ടായിരുന്ന, ഞാൻ അത് ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാൻ പോയി പണി പാളി. ഇനിയിപ്പോൾ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം. എന്താ ക്ലീറ്റസ്, നമ്മൾ മീറ്റ് ചെയ്യാറായോ? ഇതൊക്കെ ആളാരെന്നറിയില്ല. ഒരാഴ്ച ആയി തുടങ്ങിയിട്ട്. ഇതൊക്കെ എന്തോ വലിയ പ്രശ്നമുണ്ട്. അത് തീർത്തു കൊടുത്താൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർക്കാന്നാ പറയണേ. തീർത്തു തരാൻ പറ. അതൊക്കെ എന്നെ നേരിട്ട് കാണുന്നു. താനെന്ത് പറഞ്ഞ്? ഓ, ഞാൻ മൈൻഡ് ചെയ്തില്ല. പ്രശ്നവും പുലുപോലൊക്കെ തീരാനുള്ള എന്തെങ്കിലും വഴിയാണെങ്കിൽ ക്ലീറ്റസേ. ഓ എടോ, വിളിച്ചു നോക്ക്. നമുക്ക് നഷ്ടപ്പെടാൻ വല്ലതും ഉണ്ടോ? ഉണ്ടോ? താൻ വിളിക്ക്, നമുക്ക് നോക്കാം. നീ വിചാരിക്കുന്നത് സിമ്പിൾ അല്ലത്. നമ്മളിത് പ്ലാൻ ചെയ്തു. പ്ലീസ്, നീ നിന്റെ തിക്സ് നിന്റെ അടുത്ത് തന്നെ വെച്ചോ. ജീന, പക്ഷെ നമ്മൾ നിനക്ക് വേറെ വല്ല ഐഡിയ ഉണ്ടോ ഇതല്ലാതെ? എടി, നിനക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തോണ്ടാണ്. മനീഷ്, നീ അധികം എന്നെ ഇറിറ്റേറ്റ് ചെയ്യ്. ജീന, ദിസ് ഈസ് നോട്ട് ഈസി. ഇത് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത കാര്യമല്ലേ? ജീന, നമ്മൾ വിചാരിക്കുന്നത് എളുപ്പമായിട്ട് ഹാൻഡിൽ ഹലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെ, ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യം. ജീന, ഇല്ല, അങ്ങനെ റൂഡായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. കുഴപ്പമില്ല കേട്ടോ, ചെറിയൊരു തർക്കം അത്രേ ഉള്ളൂ. അത് സ്വാഭാവികമല്ലേ, പ്രായത്തിന്റെയാണ്. ശരി. ഓ, ലവേഴ്സ് ആണോ നിങ്ങള്? അതെ. ആണോ? ഹാപ്പി മാരീഡ് ലൈഫ്. അടുത്ത് ഇവിടെ തന്നെയല്ലേ പറഞ്ഞു? ഒന്ന് വിളിച്ചു നോക്കടോ. ക്ലീറ്റസ്. ആ, സാറത്തോടെ? അല്ല, ഞാനാണ് തന്നെ ഈ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആള്. അതെ, ഞാനതൊന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു. അതാണ്. ഇത് ഞാൻ ക്ലീറ്റസിന്റെ ഫ്രണ്ടാ, ഗിരി. ഹലോ, ശ്രീകുമാർ. ഹലോ സർ. അല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം ഒന്ന് സംസാരിച്ചോട്ടെ ചെല്ലു പ്ലീസ്. എന്താടോ സാറെന്ത് പറഞ്ഞു? എനിക്കൊന്നും മനസ്സിലായില്ല. ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കറിയാം. പോവാം. ജോസേ, ഞാൻ നല്ല കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചു വരാട്ടാ. ഹണീബിന്റെ ചായക്കടല്ലേ, ഒന്ന് നിർത്തിക്കൂടെ തമ്മിയണ്ണ? നിർത്തണോടാ, അവൾ എന്നോട് പറഞ്ഞു തുടങ്ങി. ആര്? എന്റെ കരള് അല്ലാതെ ഓ, ഏതായി അനിയൻ ഭാവി ചേട്ടൻ ഭാവി? ആരാ? ആ ഗിരി ഇവിടെ ഇല്ലേ? ഇല്ല. അവന്റെ കടയിലെ ഐറ്റം കൊടുത്തിട്ടേ കാശ് കിട്ടിയില്ലല്ലോ. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കട അടച്ചിട്ടിരിക്കുക. എവിടെയാ അവൻ? ഇനി പൈസ എന്താ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് പുറത്തു പോയതല്ലേ. ആള് പൈസ തരും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ധൈര്യത്തിനൊന്നും ഒരു കുറവുമില്ല, പക്ഷെ ഇനി ഞങ്ങൾ വരുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല. അവനോട് പറഞ്ഞേക്ക്. വാടോ. പറഞ്ഞേക്കടാ തേങ്ങ മോറ. അവൻ അങ്ങനെ വിട്ടാ പറ്റില്ല. തേങ്ങ പൊരിക്കണ ചെകുത്താനും മുഖം. ജോസേ, ക്ലീറ്റസിനെ പോലെ തന്നെ ഗിരി. ആൾക്കാരൊക്കെ അതേ അന്വേഷിച്ച് വന്നു തുടങ്ങി. അയാൾ കാര്യം എന്താണെന്ന് പറയുന്നില്ല. അയാളുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള എന്നെ എല്ലാ കാര്യങ്ങളും അയാൾ ശരിയാക്കും. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സീരിയസ് പ്രശ്നം ഉണ്ടാവട്ടോ. ഓ, നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതലാണ്. എന്താടാ ഒരു ആവശ്യമില്ല അത് വിലക്കണത്. ഒടുക്കത്ത് കുടി കുടിച്ചിട്ട് ബ്രഷ് കണ്ണുകുത്തി കരക്കണ. എന്ത് പറയാനാ? രാവിലെ കൂടി പൊല്ലേക്കാത്ത ആളല്ലേ? ആ, അതാ ഞാൻ പറയണേ. നോക്കട്ടെ, നീ പോയി പണ്ടാറൻ ചെയ്യും. ആ പുട്ടിമ്പിള എടുത്ത് നാക്കും മടിക്കും. അപ്പൊ എല്ലാം പണികൾ കൈകൊണ്ട് വല്ല പോലെ. അപ്പൊ വിരല് കുത്തി കയറിയാലോ? അവിടെ
അത് ശരി മറ്റേ തമിഴ്നടിച്ചിട്ട് ബാക്കിയാ നിങ്ങൾക്ക് കൊണ്ടല്ലോ. എനിക്ക് വേണം പറഞ്ഞു ഒഴുകി. ആ പല്ലേക്കും പോയാലും കിട്ടിയതാ. അത് ഫുള്ളെടുത്ത് മിണിഞ്ഞാൻ. നീ എന്റെ ഫോണും കട്ട് ചെയ്ത് തുടങ്ങിയല്ലേ? എടാ ഞാൻ ഫോൺ കട്ട് ചെയ്തതല്ല. മിണ്ടരുത്. എനിക്ക് എന്റെ കാശ് നാളെ കിട്ടണം, അല്ലെങ്കിൽ നാറും. ശ്രീകാന്ത് നാളെ എനിക്ക് പറ്റില്ല. ഞാൻ എത്രയും പെട്ടെന്ന് പൈസ തരാം. എടാ നീ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ശ്രീകാന്ത് ഞാൻ കുറച്ച് അവധിയാണ് ചോദിക്കുന്നത്, പ്ലീസ്. എടാ നീ ഒരു അവധിയും ചോദിക്കണ്ട, അത് കിട്ടാനും പോകുന്നില്ല. പിന്നെ നിന്റെ പെണ്ണിന്റെ ചെക്കൻ്റെ കയ്യിലുണ്ട്, അവളെ ഞാൻ കടത്തി പൊറപ്പിക്കില്ല. നോക്കിയോ? എന്റെ ഭാര്യനെ വെറുതെ ഇതില് വലിച്ചെടുക്കാൻ നിൽക്കരുത് കേട്ടോ. കാശ് വച്ചിട്ട് സംസാരിക്കണ തെണ്ടി. സ്വാമിയെ ശരണമയ്യപ്പോ രക്ഷിക്കണേ. മടുത്ത് ക്ലീറ്റസേ, എടോ നാളെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ക്ലിയർ ചേട്ടാ, പെങ്ങളുടെ കല്യാണത്തിന് കുറച്ച് സ്വർണ്ണ വീട്ടിലേക്കുണ്ട്. അത്ര അർജന്റാണ് ഈ അമ്മേനോട് പറഞ്ഞാൽ ശരിയാക്കാം. വേണ്ട ജോസ്മാനെ, അതൊന്നും വേണ്ട. കിരിച്ചേട്ടാ, അവളുടെ കല്യാണം എന്ന് ഉറച്ചിട്ടില്ലല്ലോ. ജോസേ, നീ രാവിലെ തമ്മിനെയും കൂട്ടി പോയിട്ട് എടുത്തിട്ട് വാ. ചെല്ലു. ആ ക്ലീറ്റസേ, നാളെ രാവിലെ പോയി ശ്രീകുമാർ സാറിനെ ഒന്ന് കണ്ടാലോ? താനൊന്ന് നിന്ന് തന്നാൽ മതി. പുള്ളി എന്താ പറയണമെന്ന് നോക്കാമല്ലോ. കുടിക്കൂ. എനിക്ക് ഒരാളെ കൊല്ലണം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കൊല്ലണം. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും. പോ. ക്ലീറ്റസ്, ഇനി മേലെ തന്നെ വിളിക്കരുത്. വാ. ക്ലീറ്റസ്, ഒന്നും കൂടെ ആലോചിച്ചൂടെ? വെയിറ്റ്. നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും, എൻ്റെ പ്രശ്നങ്ങളും തീരും. തമ്പിയണാ, നമുക്ക് അനിച്ചേന്റെ കട കയറിയിട്ട് പോവാം. അല്ലെങ്കിലേ ഞാൻ തന്നെ റിട്ടേൺ അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ കയറിയിട്ട് പോവാ. ആ പോവാം. മക്കള് രണ്ടും വണ്ടി നിറയിക്ക്. എന്തിന്? എടാ അത് ഗിരിയുടെ വണ്ടിയല്ലേ, ഇത് ഞാൻ കൊണ്ടുപോവാ. ഇറങ്ങിറങ്ങ്. നിങ്ങക്ക് തരാനുള്ള കാശ് ബാഗിലുണ്ടെന്ന്. അത് കിരിച്ചേട്ടൻ തരും. ഓവർ സ്മാർട്ട്നെസ് കാണിക്കല്ലേ. അവൻ ഒരുപാട് പേരുടെ കാശ് മേടിച്ചിട്ടുണ്ട്. ഈ കാശെങ്ങാനും അവന്റെ കിട്ടിയാലുണ്ടല്ലോ, അത് പല വഴിക്കും പോകും. പിന്നെ ഞാനേ, അത് ഞങ്ങൾക്കറിയാൻ പാടില്ല. എനിക്കറിയാം. ഹംസു വണ്ടി എടുത്തോ. തിരിച്ചേട്ടൻ ദൈവം ഒരു മനുഷ്യന്റെ നോക്കിക്കോ. നീ വണ്ടി ഇടറാ. തമ്മിയുടെ ബാലൻസ് വേടാ. അവിടെ വണ്ടി വന്ന് പറ. എനിക്ക് തമ്മിടാ. എടാ താനെന്താടോ ഈ കാണിച്ചത്? എന്ത് കണ്ടില്ലേ? പന്നിനെ ചവിട്ടി ക്ലീസടാ. നീ നിന്നോട് പറഞ്ഞതല്ലേ? ക്ലീരിച്ചേട്ടാ വാ, നമുക്ക് ഞാൻ അവരിടിക്കാം. വേണ്ടല്ലേ? എടാ ഞാനും ശ്രീകാന്തും തമ്മിലുള്ള പ്രശ്നമല്ലേ? അടി കൊള്ളാലല്ലേ? സൂപ്പർ.
തിന്നാനുള്ള കാശ് വെച്ചപ്പോ അതിനെ തല്ലി തോൽപ്പിക്കുന്നോടാ. നിന്റെ കാശ് തരും, നീ ഇപ്പൊ പോ. എവിടെ പോവാൻ? എടാ നിന്നെ നന്നാക്കാൻ വേണ്ടിയല്ല ഞങ്ങളിവിടെ ഫിനാൻസ് ചെയ്യുന്നത്. ആരാണെങ്കിലും നീ ഇപ്പൊ കാശാ. ഇനി നിനക്ക് തരാനുള്ള കാശ് ഇപ്പൊ തരും. അപ്പൊ എന്റെ കാശോ? എന്ത് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളുടെ പൈസ നമ്മൾ തിരികെ തരും. നല്ല കടം ഉണ്ട്. ഇപ്പൊ ആള് കൂടിയിട്ടുണ്ട്, നിങ്ങൾ നലം പൊപ്പിക്കാണോ തിരികെ പോ പ്ലീസ്. ആള് കൂടട്ടാ, കൂടട്ടെ. ഇപ്പൊ എവിടെ വന്നത് നിനക്ക് ഈ മാനവമാനമൊക്കെ? എന്താടാ നിനക്ക് നാ ഇറങ്ങിപ്പോയോ? ഒന്നും കാശ് എവിടെടാ? ശ്രീകാന്തേട്ടാ, 2 ലക്ഷം രൂപയുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. നീയെ കൂടെ കുറെ ഉണ്ടാക്കിയതല്ലേ. ഇനി മൊത്തം പൈസക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാൽ മതി. ആടിയാങ്കി ആടി. ഇനി നിന്റെയൊക്കെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിട്ടേ പോകുന്നുള്ളൂ. ഞങ്ങൾ എന്നെ ചൊള പോലെ എണ്ണി മടിച്ചിട്ട് കൊഴുത്ത് കിടക്കുക. എടാ മറ്റുള്ളവരുടെ കാശിലല്ല നിങ്ങൾ ചെയ്യേണ്ടത്, മനസ്സിലായ? എനിക്ക് ഇവന്മാരെ കാശ് തരാൻ ഉണ്ടെന്ന്. അതെ ശ്രീകാന്തേ, മാറിപ്പോടാ. അതെ നിങ്ങൾ ചെയ്ത വളരെ നന്നായി കേട്ടോ. ഇവന്മാരെ ഒന്നും ഇങ്ങനെ വിടാൻ പറ്റൂല. ക്ലീറ്റസ്, ആ സാറേ, അവരുടെ പണം എത്രയാണെന്ന് ചിലത് നാളെ കൊടുക്കാമെന്ന് പറഞ്ഞു. ദാ നിങ്ങളുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും ഒക്കെ തൽക്കാലം ഇതുകൊണ്ട് തീർക്കും. 10 ലക്ഷം രൂപയുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. ഇതാണ് മനീഷ്. ഹായ്, ഹലോ, നമസ്കാരം.